ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ലോകത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർ അവന്റെ കഴിവുകൾ അസ്തമിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പല സഹായങ്ങളും പ്രതീക്ഷിക്കുന്നവനാണ്, വേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ അവൻ അദൃശ്യമായ നിലയിലുള്ള സഹായ തേട്ടങ്ങൾ നടത്തുന്നവനാണ്. നമ്മൾ അതിന് സാങ്കേതികമായി പ്രാർത്ഥന, ദുആ എന്നെല്ലാം പറയും. പ്രപഞ്ച സൃഷ്ടാവിനോട്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നതാണ്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് നമുക്ക് യാതൊരു പരിഗണനയും നൽകില്ല. അല്ലാഹു ഒരാളെ പരിഗണിക്കുന്നത് അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ 75-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഅകും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലിസാമ. നബിയെ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെപ്പറ്റി എന്ത് വകവെക്കുവാനാണ്, എന്ത് പരിഗണന നിങ്ങൾക്ക് നൽകുവാനാണ്? നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ, എന്നാൽ തീർച്ചയായും നിങ്ങൾ കളവാക്കിയിരിക്കുകയാണ്. അതിനാൽ വയ്യേ നിങ്ങൾക്ക് ശിക്ഷ അനിവാര്യമാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സഹായാർത്ഥനകൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, അവനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് അല്ലാഹു നൽകിയ ഈ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയാവുക. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം. മാത്രമല്ല, പ്രാർത്ഥന എന്നത് ആരാധനയുടെ മജ്ജയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്നുള്ളത്.
എല്ലാ ആരാധനകളിലും പ്രാർത്ഥനയുണ്ട്. ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആരാധനയായ നമ്മുടെ നമസ്കാരം, അതിലും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന മനസ്സുമായിട്ടാണ് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാനാണ്. ആ ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന ഉള്ളത്. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ആ പ്രാർത്ഥനകൾ ഖുർആനിൽ പ്രത്യേകം എടുത്തു കൊടുത്തത് നമുക്ക് അതിൽ മാതൃകയും ചില പാഠങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ പ്രാർത്ഥനകൾ കാണാതെ പോകുവാൻ സാധിക്കുകയില്ല. ഒരുപാട് അദ്ദേഹത്തിന്റെ മഹത്തരമായ പ്രാർത്ഥനകൾ ഖുർആൻ വളരെ ആവർത്തിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ ഏറ്റവും വലിയ മാതൃകകൾ, പാഠങ്ങൾ ആ പ്രാർത്ഥനയുടെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ ഒരുപാട് കേട്ട ഒരു പ്രാർത്ഥനയായിരിക്കാം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. പഠിച്ചവനെ, എനിക്ക് നീ സദ്വൃത്തരായ സ്വാലിഹായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. തന്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം ഒരു പിന്തുടർച്ചക്കാരൻ, ഒരു തലമുറ വേണമെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതിയായ ആഗ്രഹം. അദ്ദേഹം വാർദ്ധക്യ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്കൊരു സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ നീ നൽകണേ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സന്താന സൗഭാഗ്യം എന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അത് നൽകാതെ അള്ളാഹു പരീക്ഷിച്ച ഒരുപാട് പേര്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അള്ളാഹുവിനോടാണ് അത് പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആളുകൾ വിവാഹമൊക്കെ കഴിഞ്ഞു, ഒരുപാട് കാലം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, കുട്ടികളില്ല, വിഷമമാണ്, അതിനുള്ള വേണ്ട ചികിത്സകളൊക്കെ നടത്തി നോക്കി. എന്നിട്ടും അള്ളാഹുവിന്റെ ആ മഹത്തായ അനുഗ്രഹം ലഭിക്കാതെ നിൽക്കുമ്പോൾ ചില ആളുകളെങ്കിലും മനസ്സുമാറുന്നു. എന്നാൽ ഇന്നൊരു സ്ഥലത്ത് പോയേക്കാം, ഇന്നൊരു ജാറത്തിലേക്ക് പോയി നോക്കാം, ഇന്നൊരു മരമുണ്ട് അവിടെ നിന്ന് തൊട്ടിൽ കെട്ടി നോക്കാം എന്നൊക്കെ ആളുകൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് തിരിയുന്ന അവസ്ഥകൾ നാം കാണാറുണ്ട്. എന്നാൽ സന്താന സൗഭാഗ്യത്തിനായി പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. ഒരുപാട് പ്രാർത്ഥനകൾ ഒന്നുപോലും അവർക്ക് മുമ്പുള്ള പ്രവാചകന്മാരോട് അടുക്കലേക്കോ ഖബറിന്റെ അടുക്കലേക്കോ ഒന്നും അവരോട് വിളിക്കുകയോ ആ പ്രവാചകന്മാരെ മധ്യവർത്തിയാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള ഒരു പ്രാർത്ഥന നടത്തുകയോ ചെയ്ത ഒരു പ്രാർത്ഥന പോലും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ ഒരു മഹത്തായ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ചെയ്തു. ആ ഉത്തരത്തിന്റെ ഫലമാണല്ലോ നമുക്കറിയാം. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെ കുറിച്ച് നാം അദ്ദേഹത്തെ സന്തോഷ വാർത്ത അറിയിച്ചു. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം, ക്ഷമയുള്ള, അനുസരണയുള്ള നല്ല ഒരു സന്താനത്തെ, പൊന്നുമോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നൽകിയത് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥന എന്താണത്? വഇസ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ കഅബാലയം പണിതുയർത്തുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ,
ഇന്നക അൻത സമീഉൽ അലീം. പടച്ചോനെ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പറഞ്ഞതാണ്, ഏതൊരു കർമ്മവും സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നു, പക്ഷെ അത് അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ അത് ഫലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പടച്ചോനെ ഇതിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ആ ഒരു മഹത്തായ കർമ്മം ചെയ്തതിന് ശേഷം അവർ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമുക്ക് വളരെയധികം മാതൃകയുണ്ട് ആ കാര്യത്തിൽ. മാത്രമല്ല, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ആ ചെറിയ ആ പൊന്നു മകൻ ഇബ്രാഹിം നബിയുടെ കൂടെ ആ ഒരു മഹത്തായ കഅബയുടെ നിർമ്മാണത്തിൽ പങ്കുകൊള്ളുകയാണ്. തന്റെ ഒരു പിതാവ് തന്റെ മകനെ തന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഒരു മഹത്തായ ഒരു നന്മയിൽ തന്റെ മകനെ ചേർത്ത് പിടിക്കുകയാണ്. തന്റെ അധ്വാനത്തിൽ മകനെ പിതാവ് ചേർത്ത് പിടിക്കുന്ന ഒരു മഹത്തായ ഒരു മാതൃകയാണ് ഇബ്രാഹിം എന്ന പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പിതാക്കന്മാർക്ക് തന്റെ മക്കളെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്. തന്റെ ലക്ഷ്യത്തിൽ, തന്റെ അധ്വാനത്തിൽ തന്റെ മകനെ തന്നോടൊപ്പം ഉണ്ടോ? ഉപ്പ സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു, മകൻ ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്നാൽ ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഇബ്രാഹിം എന്ന പിതാവിൽ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിന് ഏറ്റവും നല്ല മാതൃകയാണ് ഇബ്രാഹിം എന്ന പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ അധ്വാനത്തിൽ, തന്റെ നന്മയിൽ തന്റെ പൊന്നുമോനെ ചേർത്തുകൊണ്ട് ഒരു വാപ്പ ആ ഒരു തന്റെ ലക്ഷ്യപൂർത്തീകരണത്തിൽ തന്റെ മകൻ തന്നെ പിന്തുണക്കുന്നു എന്നുള്ളത്, തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഏതൊരു പിതാവിനും ആശ്വസിക്കാവുന്നതും സന്തോഷിക്കാവുന്നതുമായ ഒരു കാര്യമാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ താൻ കഷ്ടപ്പെട്ടതോ അധ്വാനിച്ചതൊന്നും തന്റെ മക്കൾ അറിയേണ്ട, എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കുക, അതിൽ ശരിയും തെറ്റും നോക്കേണ്ടതില്ല എന്ന ആധുനികമായ പാരന്റിങ് സങ്കല്പം എല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമുക്കുള്ള ആ ഒരു മാതൃക നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുടെ നമ്മുടെ മക്കളെ നമ്മൾ കൂടെ നിർത്തുവാനും നമ്മൾ വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തുന്ന അടുത്തൊരു പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നിനക്ക് കീഴൊതുങ്ങിയവരാക്കുകയും ഞങ്ങളെ അഥവാ മുസ്ലിങ്ങളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും മുസ്ലിങ്ങളാക്കി മാറ്റുകയും ചെയ്യണമേ. അതായത് മുസ്ലിമാകുവാൻ വേണ്ടിയിട്ട്, മുസ്ലിമായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആരാണ്? പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, തനിക്ക് വേണ്ടി മാത്രമല്ല, തന്റെ മക്കൾക്ക് വേണ്ടിയും ഒരു സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. അവർ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പലപ്പോഴും സ്വാർത്ഥരാവാറുണ്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം റബ്ബിനോട് പറഞ്ഞാൽ മാത്രമല്ല, ഈ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്കറിയാം, ആദ്യം പറയേണ്ടത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ തന്നെയാണ് റബ്ബിനോട്. എന്നാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പടച്ചവനെ, ആരാധന കർമ്മങ്ങൾ നീ കാണിച്ചു തരണേ. അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എങ്ങനെ അള്ളാഹുവിനോട് മാത്രം അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ആരാധനകൾ എങ്ങനെ ചെയ്യണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. തോന്നിയതുപോലെ ആരാധന കർമ്മങ്ങൾ ഒരാൾക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല.
അത് ചെയ്യുവാൻ പാടില്ല. എന്നാൽ ആ ഒരു വ്യക്തമായ ആ ഏകദൈവ ആരാധന എങ്ങനെയാകണമെന്ന് വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്. അടുത്തത് ചോദിക്കുന്നത് എന്താണ്? പടച്ചവനെ നീ പൊറുത്തു തരണേ, ഞങ്ങളുടെ പശ്ചാത്താപം തൗബ നീ സ്വീകരിക്കണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ. പ്രവാചകന്മാർ നമുക്കറിയാം, അവർ പ്രാർത്ഥിക്കുന്നു. അവർ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളാണ്, അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളാണ്. അവർ പോലും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, അവർ തൗബ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് തൗബ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. ചെയ്തു പോയ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും സാഹചര്യത്തിനനുസരിച്ചും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വല്ലാഹു ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫീ യൗമി അക്സറു മിൻ 70 മറ. അല്ലാഹുവാണ് സത്യം, ഞാൻ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനെ, ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്താപം ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം 70 പ്രാവശ്യം അതിലധികമോ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതെന്ന് ആരാ പറയുന്നത്? നമ്മുടെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഒരു ദിവസം 70-ലധികം, മറ്റൊരു റിപ്പോർട്ടിൽ 100 പ്രാവശ്യം അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്യാറുണ്ട്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാറുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരുടെ ഈ പ്രാർത്ഥനകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി കൊണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ മാതൃകയും പാഠവുമുണ്ട് എന്നുള്ളത്. ഇന്നക അന്ത തവ്വാബുർ റഹീം, നിശ്ചയമായും നീയാണ് പശ്ചാത്തലം സ്വീകരിക്കുന്നവൻ. ഏത് തെറ്റ് ചെയ്താലും അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അത് അള്ളാഹു നിനക്ക് പുറത്തു തരും. അള്ളാഹു കരുണാനിധിയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ ഹകീം. ഞങ്ങളുടെ റബ്ബേ, റബ്ബനാ വബ്അസ് ഫീഹിം, അവരിൽ നിന്ന് തന്നെ റസൂലൻ മിൻഹും, ഒരു റസൂലിനെ നീ നിയോഗിക്കണേ നാഥാ. എനിക്ക് ശേഷം ഒരു തലമുറ നീ ഉണ്ടാക്കണേ, അതിൽ നിന്ന് ഏറ്റവും ഉത്തമയായ ഒരു റസൂലിനെ. എത്ര ദീർഘവീക്ഷണമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന എന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമുക്ക് ശേഷം എന്ത് എന്ന് അടുത്ത തലമുറയെ കുറിച്ച് പലരും ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും നന്മകളും നമ്മുടെ പൂർവികരായ ആളുകൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിരിക്കാം. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു റസൂലിനെ നിയോഗിക്കുവാൻ വേണ്ടി, നമ്മൾ ആലോചിച്ചു നോക്കും, ചരിത്രത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാം. റസൂലിനെ നിയോഗിച്ചില്ലേ? നമ്മൾ പലപ്പോഴും വിചാരിക്കും, പ്രാർത്ഥിക്കും, നമ്മൾ ഒരുപാട് അള്ളാഹിനോട് ചോദിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്നാൽ പ്രാർത്ഥനയുടെ നിബന്ധനകളിൽ, അതിന്റെ കാര്യമഹത്വങ്ങളിൽ പറയുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും, എന്നാൽ ചിലപ്പോൾ അത് കുറെ സമയമെടുത്തായിരിക്കാം, ചിലപ്പോൾ നിനക്കത് ഉത്തരം ലഭിക്കുകയില്ല, അതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും, അത് പരലോകത്തേക്ക് മാറ്റി വെച്ചതായിരിക്കാം. പക്ഷേ പ്രാർത്ഥിക്കാതിരിക്കരുത്. അള്ളാഹുവിന്റെ ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ പ്രാർത്ഥനയുടെ ഉത്തരമായി കൊണ്ടാണ് മഹാനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കയിൽ ജനിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന്. ആ ഒരു പ്രവാചകൻ എങ്ങനെയുള്ള പ്രവാചകൻ? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, ആളുകൾക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകൻ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, ആ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നമ്മുടെ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും
യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. എന്നിട്ട് അവർക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുകയും അവർ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുകയും അവർക്ക് ജ്ഞാനം നൽകുകയും ചെയ്തു. അങ്ങനെ ഏതൊരു സമൂഹത്തിനാണത്? ഇതിനു മുമ്പ് അവർ അക്രമികളിൽ പെട്ട ആളുകളായിരുന്നു. നമുക്കറിയാം, ജാഹിലിയ്യ കാലഘട്ടത്തിലെ എല്ലാ ദുസ്വഭാവങ്ങളും ഉണ്ടായിരുന്ന ഒരു ജനതയെ, എല്ലാ തിന്മകളിലും ഉണ്ടായിരുന്ന ഒരു അതിന്റെ അഡിക്റ്റായിരുന്ന, അതിൽ ലഹരിയിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും നല്ല മാതൃക പുരുഷന്മാരാക്കി മാറ്റുന്നത്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു എന്നുള്ളതാണ് ചരിത്രം നോക്കുക. ആ ഒരു പ്രവാചകന്റെ നിയോഗത്തിന് വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥന ഇവിടെ ഫലമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പ്രവാചകന്മാർക്ക് വേണ്ടി, തന്റെ തലമുറയിൽ നിന്ന് പ്രവാചകന്മാർ ഉണ്ടാകുവാൻ വേണ്ടി നടത്തിയ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം ചരിത്രത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലൂടെ ലഭിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അടുത്തൊരു തലമുറക്ക് വേണ്ടി, നല്ല ഒരു തലമുറക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. പഠിച്ചോൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ രക്ഷിതാവിനോട് ചോദിച്ച ഒരു സന്ദർഭം. എന്താ ചോദിച്ചത്? ഹാദാ ബലദൻ ആമിൻ, ഈ ഒരു രാജ്യത്തെ നിർഭയ രാജ്യമാക്കണം. ഏത് രാജ്യത്തെ കുറിച്ചാണ്? ഏത് നാടിനെ കുറിച്ചാണ്? നമുക്കറിയാം, മക്കയെ കുറിച്ച്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ ഒരു നാടിന്റെ പവിത്രതയും ആ ഒരു നിർഭയത്വവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു നാട് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന മക്കയല്ല. വെള്ളം പോലും ഇല്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വിജനമായ ആ മക്ക, ആ നാടിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ആ നിർഭയത്വത്തിന് വേണ്ടിയും അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല ഫമൻ കഫറ ഫഉമത്തിഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാരി വബിഅസ്സൽ മസീർ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നീട് പ്രാർത്ഥിക്കുന്നത്, പഠിച്ചവനെ, അതിലെ ആൾക്കാർക്ക് നീ ഫലവർഗ്ഗങ്ങൾ, നീ ആഹാരം കൊടുക്കണേ, നീ നല്ല ഭക്ഷണം അവർക്ക് നീ റിസ്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കയിൽ ഒന്നുമില്ലാത്ത ഒരു സന്ദർഭം നമുക്കറിയാം. ഇന്ന് പണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും മക്കയിൽ എല്ലാതരം ഭക്ഷണങ്ങളും അവിടെ ലഭിച്ചിരുന്നു. കാർഷികമായ ഒരു രാജ്യമല്ല മക്ക, എന്നിട്ട് പോലും അവിടെയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവിധ സാധനങ്ങളും മക്കയിൽ വന്നിരുന്നു. ആ ഒരു നിർഭയത്വമായ, ഒരു തരത്തിലുള്ള മൃഗങ്ങളെ പോലും വേട്ടയാടരുതെന്ന് നിയമമുള്ള ഒരു നിർഭയമായ രാജ്യമാണ് മക്ക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, നമ്മൾ വസിക്കുന്ന നാടിൽ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. പഠിച്ചവനെ, ഈ രാജ്യത്തെ നീ നിർഭയമാക്കണേ. നമ്മുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് മാതൃകയായി കണ്ടെത്താവുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നാടിന്റെ സമാധാനവും ശാന്തിയും
ആഗ്രഹിക്കേണ്ടവരാണ് വിശ്വാസികൾ. അല്ലാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, അല്ലാതെ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധം അനിവാര്യമാണ്, തിരിച്ചടികൾ അനിവാര്യമാണ്. പക്ഷേ യുദ്ധം പോലും സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിലും യുദ്ധം പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരു സത്യവിശ്വാസി സമാധാനവും നാടിന്റെ നിർഭയത്വവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവനാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു നാടിനെ നീ നിർഭയത്വമുള്ളവനാക്കണേ, നിർഭയമുള്ള നാടാക്കി മാറ്റണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, യാതൊരു കാരണവശാൽ ഒരു തരത്തിലുള്ള ഒരു സമാധാനവും ശാന്തിയും ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാതിരിക്കുവാൻ അത് അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിൽ സമാധാനവും ശാന്തിയും നിലനിർത്തി തരുമാറാകട്ടെ. നമുക്കറിയാം, ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിനായി കൊണ്ട് പുറപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് വളരെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ, ഇന്നലെ രാത്രി ഒരു വാർത്തകൾ നമ്മളൊക്കെ കേട്ടു, രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു. നോക്കുന്നവരോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഫേക്കായിട്ടുള്ള ന്യൂസാണ് എന്ന് പറയും. പക്ഷേ എന്തും സംഭവിക്കാം. നമ്മുടെ നാട്ടിൽ ഏത് സാഹചര്യം ചിലപ്പോൾ അട്ടിമറിഞ്ഞേക്കാം. പക്ഷേ നമ്മൾ സത്യവിശ്വാസികൾ വളരെ ജാഗരൂകരാണ്. നല്ല നിലയ്ക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഹജ്ജ് മഖ്ബൂലായ ഹജ്ജ് നിർവഹിച്ചു വരാനുള്ള തൗഫീഖിന് വേണ്ടി സഹോദരങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കുക. യഥാർത്ഥ രൂപത്തിലുള്ള ഹജ്ജ്, അള്ളാഹു സ്വീകാര്യമായ ഹജ്ജ് ഉംറയും ഒക്കെ നിർവഹിച്ചു വരാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു സഹോദരന്റെ ഒരു കുഞ്ഞുമോൻ 9 വയസ്സ് മാത്രമുള്ള കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ താമസിക്കുന്ന പരപ്പൂർ വീത്തൽ നൗഷാദിന്റെ മകൻ മുഹമ്മദ് ലാസിം എന്ന ഒരു കുട്ടിക്ക് തലച്ചോറിൽ ഒരു മാരകമായ ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ്. അതിനെ ജീവൻ നിലനിർത്താൻ വേണ്ടി പാടുപെടുകയാണ്. 9 വയസ്സ് മാത്രമാണ് ആ പൊന്നുമോന്, അവന്റെ വയസ്സ്. അതിന് ആ ഒരു ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതിന് 50 ലക്ഷത്തോളം വരുമാണെന്നാണ് ചെലവ് വരുന്ന ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്. ആ കുടുംബത്തിന് താങ്ങാവുന്നതെല്ലാം എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു കുട്ടിയുടെ ജീവനിൽ ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ഒരു നല്ലൊരു സഹായം ആ കുഞ്ഞുമോന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി നൽകുകയും ചികിത്സാ കമ്മിറ്റിക്കും മറ്റും കൂടുതൽ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവര് ആ ഒരു പുണ്യപ്രവൃത്തിയിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. അള്ളാഹു ഇത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതാ അല്ലാഹുവേ, അവരുടെ എല്ലാം രോഗങ്ങൾ നീ മാറ്റി യഥാർത്ഥ രൂപത്തിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണേ. അതാ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അതാ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അതാ അല്ലാഹുവേ, ഞങ്ങളുടെ നാടിന്റെ സമാധാനവും ശാന്തിയും നീ നൽകി നിലനിർത്തണേ. അതാ അല്ലാഹുവേ, ശത്രുക്കളോട് ഞങ്ങളുടെ മേൽ അതിജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات إنك مجيب دعوات يا قاضي الأجال. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.